നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ്. ഇതൊരു പേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ പേഴ്സ് അല്ല. ഇതൊരു വാനിറ്റി ബാഗ് ആണോ എന്ന് ചോദിച്ചാൽ വാനിറ്റി ബാഗ് അല്ല. ഇതിന് രണ്ടും കൂടെ ഉള്ള ഒരു സംഗതിയാണ്. അതൊരു പേഴ്സുമാണ്, ഒരു വാനിറ്റി ബാഗുമാണ്. ഇത് ഒരു 5-6 വർഷം മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള സംഗതിയായിരുന്നു. സ്ത്രീകളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഒരു പേഴ്സ് അല്ലെങ്കിൽ വാനിറ്റി ബാഗ് ഉണ്ടായിരുന്നു. ഇതിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് 2 വള്ളിയുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആട്ടി കൊണ്ടുപോകാൻ പറ്റും. ഒരു പേഴ്സ് ആണെങ്കിൽ നമ്മളിങ്ങനെ മുറുകെ പിടിക്കണം. അത് കാരണമാണ് ഇത് ട്രെൻഡിങ് ആയി വന്നത്. എന്നാൽ ഒരു വാനിറ്റി ബാഗിൻ്റെ അത്രയും വലിപ്പവും ഇല്ല. ഒരു പേഴ്സിൻ്റെ പോലെ ചെറുതായിട്ട് ഇരിക്കും. ഇന്നത്തെ വിശേഷം ഇതിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വാനിറ്റി ബാഗ് അല്ലെങ്കിൽ ഒരു പേഴ്സ് എന്നത് വളരെ അത്യാവശ്യമാണ്. യാത്ര പോകുന്ന സമയം, യാത്രക്കൂലി, അതോടൊപ്പം തന്നെ ഒരു ഹാൻഡ് കർച്ചീഫ്, അവരുടെ മൊബൈൽ ഫോണ്. ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതാണ്. പണ്ടൊക്കെ ചെറിയ മൊബൈൽ ഫോണായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മേക്കപ്പ് സാധനങ്ങളായ ലിപ്സ്റ്റിക്ക്, പൗഡർ, കൺമഷി, പൊട്ട്, ഇങ്ങനെ മുതലായ സാധനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു പേഴ്സിൽ അല്ലെങ്കിൽ വാനിറ്റി ബാഗിൽ വെച്ചുകൊണ്ടാണ് സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുക പതിവ്. പുരുഷന്മാരെ പോലെ അവർക്ക് പോക്കറ്റില്ല, പോക്കറ്റിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനാൽ തന്നെ സ്ത്രീകളുടെ എല്ലാ കയ്യിൽ ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു വാനിറ്റി ബാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 5-6 വർഷം മുന്നേ ട്രെൻഡിങ് ആയി വന്ന ഒരു പേഴ്സ് ആണിത്. ഇതൊരു വാനിറ്റി ബാഗിൻ്റെ അത്ര വലിപ്പമില്ല, ഒരു പേഴ്സിൻ്റെ വലിപ്പത്തിലാണ്. പക്ഷേ ഒരു വാനിറ്റി ബാഗ് പോലെ വള്ളിയുണ്ട്. അതുകൊണ്ട് ഇതിനെങ്ങനെ തൂക്കിപ്പിടിക്കാം. എന്നാൽ ഇത് നമുക്ക് വാനിറ്റി ബാഗ് ഇടുന്ന പോലെ നമ്മൾക്ക് അല്ലെങ്കിൽ തോളിക്കൂടെ കയറ്റി വയ്ക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള വലിപ്പം ഇല്ല. അപ്പോൾ ഇത് അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും, സാധാരണ കൂടുതൽ സാധനങ്ങളൊന്നും കയ്യിൽ കൊണ്ടുപോകാൻ ഇല്ലാത്ത സ്ത്രീകൾ, അതിൻ്റെ ആവശ്യമില്ലാത്ത സ്ത്രീകളൊക്കെ ഇത് കയ്യിൽ പിടിച്ചാണ് പോയത്. അപ്പോൾ ഇതിൽ അത്യാവശ്യമായ വസ്തുക്കളൊക്കെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഈ ബാഗ് ഇത് ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് റെക്സിൻ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. തയ്യൽ മെഷീനിൽ വെച്ച് തയ്ച്ചെടുക്കുന്നതാണ്. ഇത് നമ്മൾക്ക് കണ്ടാൽ അറിയാം, തയ്യൽ മെഷീൻ്റെ തയ്യൽ കാണാനുണ്ട്. മുംബൈയിൽ ഇതുപോലെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ധാരാളം വഴിയോരത്തിൽ കടകൾ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു തയ്യൽ മെഷീനും അത് തയ്ക്കുന്ന ആളും മാത്രം ഇരിക്കാനുള്ള സൗകര്യം ഉള്ള അത്രയും മാത്രമേ സ്ഥലമുള്ളൂ. അത്രയും സ്ഥലത്ത് ചെറുതായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ ഉള്ള സൗകര്യം തയ്യൽ മെഷീന് മുന്നിൽ വെച്ച്, അങ്ങനെ സൗകര്യത്തിൽ കടകൾ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഇത് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക. തയ്ച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പേഴ്സുകളും ബാഗുകളും അവിടെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. ഇത് ലെതർ അല്ല, ഒറിജിനൽ ലെതർ അല്ല, ഇത് റെക്സിനാണ്. ഈ റെക്സിൻ വെച്ചിട്ട് ഇതിനെ അതുകൊണ്ട് ഇതിന് തീരെ വില കുറവാണ്. ഇത് തയ്യൽ മെഷീനിൽ ഇതുപോലെ നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കുന്ന പോലെ ഒക്കെ ഇത് റെക്സിൻ വെട്ടിയെടുത്തിട്ട് അത് തയ്യൽ മെഷീനിൽ വെച്ച് തയ്ച്ചിട്ട് ഇതുപോലെ ബാഗുകളും പേഴ്സുകളും ഒക്കെ റെഡിയാക്കി വെക്കുന്നതാണ്. ഇത് തീരെ വില കുറഞ്ഞ് നമ്മൾക്ക് അവിടങ്ങളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു പേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ പല കള്ളികളുണ്ട്, അകത്തൊക്കെ പല പല കള്ളികളുണ്ട്. ഇവിടെ നമ്മൾക്ക് അത്യാവശ്യം ക്യാഷ് വയ്ക്കാൻ വേണ്ടിയിട്ടും അല്ല മറ്റുള്ള സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടും ഉള്ള അറകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് വെളിയിലും നമ്മൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള അറകളുണ്ട്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുമാണ്. ഇതിന് ഇതുപോലെയുള്ള 2 വള്ളി ഉള്ളതുകൊണ്ട് നമ്മളിത് കയ്യിൽ മുറുകെ പിടിക്കുകയും വേണ്ട,
തോളിൽ തൂക്കിയിടാനും പറ്റില്ല. നമ്മൾ ഇതിങ്ങനെ വെള്ളിയിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾക്ക് നല്ല ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കും. രണ്ട് കൈയിലും മാറി മാറി പിടിക്കാനും പറ്റും. അങ്ങനെ ആണ് ഇത് വളരെ ട്രെൻഡിങ് ആയി വന്നത് സ്ത്രീകളുടെ ഇടയിൽ. ഇത് വളരെ വില കുറഞ്ഞ് നമ്മൾക്ക് മുംബൈയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിയ സാധനമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ സ്ത്രീകൾക്കും ആവശ്യം വേണ്ട ഒരു വസ്തുവാണ്. വാനിറ്റി ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പേഴ്സ്. ഒരു വാനിറ്റി ബാഗ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാകും. ഒരു പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലും കുറച്ചുകൂടെ വലിപ്പം കുറവായിരിക്കും. അതിൻ്റെ പേഴ്സിന് സാധാരണയായി ഇതുപോലെയുള്ള വള്ളികളൊന്നും കാണില്ല. പക്ഷെ ഇത് വാനിറ്റി ബാഗും അല്ല പേഴ്സും അല്ല, രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നതാണ്. പക്ഷെ ഒരു പേഴ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. അതിനാലാണ് ഇതിന് പ്രത്യേകിച്ചൊരു പേര് പറയാൻ പറ്റില്ല. വാനിറ്റി ബാഗാണോ എന്ന് ചോദിച്ചാൽ അല്ല, പേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഇത് രണ്ടും ആണ്. അങ്ങനെയുള്ള ഒരു മണി കീപ്പിംഗ് വസ്തുവാണ് ഇത്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.